CPI-യോടും അവർ ആദ്യം ആവശ്യം ഉന്നയിച്ചിരുന്നത്. ഇപ്പോ CPM-ന്റെ സീറ്റ് കേരള കോൺഗ്രസിന് കൊടുത്തതിനോട് CPI-യുടെ ഒരു അഭിപ്രായം. സീറ്റ് ആർക്കും ഉള്ളതൊന്നുമല്ല. രാജ്യസഭ സീറ്റ് അങ്ങനെ CPM-നും CPI-ക്കും ഒന്നും ആർക്കും പതിച്ചൊന്നും കൊടുത്തിട്ടില്ല. കാലാകാലങ്ങളിൽ വരുന്ന രാഷ്ട്രീയ സാഹചര്യത്തിൽ അർഹമായ പാർട്ടികൾക്ക് ആ സീറ്റ് ചോദിക്കാനും വാങ്ങാനുള്ള എടുക്കാനുമുള്ള അവകാശമുണ്ട്. ആ നിലയിൽ ഇത്തവണ ഷെയർ ചെയ്യാൻ കഴിയുന്ന ഒരു പാർട്ടി ആരാണ്? CPM ആണ്. അവർ ഷെയർ ചെയ്തു. അത് നല്ല കാര്യം മുന്നണിക്ക് വേണ്ടി. കഴിഞ്ഞ ദിവസം CPI-യുടെ സ്ഥാനാർത്ഥി പ്രഖ്യാപിച്ചു. ആ പ്രഖ്യാപനത്തിൽ താങ്കൾ തൃപ്തനാണ്? ഞാൻ തൃപ്തനാവാതിരിക്കേണ്ട കാര്യമില്ല. എൻ്റെ പാർട്ടിയുടെ തീരുമാനം അവസാനം വരെ ഞാൻ അംഗീകരിക്കുന്ന ഒരു ടൈപ്പാണ് ഞാൻ. അതൊക്കെ ചിലപ്പോൾ വരും. അതൊക്കെ എനിക്കെതിരായിട്ട് പാർട്ടിയിൽ വന്നപ്പോൾ ഞാൻ പാർട്ടി തീരുമാനം അംഗീകരിച്ചല്ലോ. അതാ എനിക്കതിലൊന്നും കാര്യമൊന്നുമില്ല. പാർട്ടിയാണ് എല്ലാറ്റിൻ്റെയും മുകളിൽ. നിയമം ഭരണഘടനയാണ് എന്ന് പറയുന്ന പോലെ ഞങ്ങളെ സംബന്ധിച്ച് എല്ലാറ്റിനും മുകളിൽ പാർട്ടി സംസ്ഥാന നേതൃത്വമാണ്. അതിനപ്പുറത്ത് ദേശീയ നേതൃത്വമാണ്. ഇപ്പോൾ ഈ പറഞ്ഞ ഉത്തരം തന്നെ ഒരു ചോദ്യം കേട്ടത്. ഇപ്പോൾ എല്ലാത്തിനും പാർട്ടിയാണെന്ന് പറഞ്ഞു. ഇപ്പോഴും ഭരിക്കുന്ന ഏറ്റവും പ്രബല മുന്നണി CPM-ൽ പാർട്ടിയാണോ വലുത് അതോ മുഖ്യമന്ത്രിയാണോ വലുതെന്നുള്ളൊരു ചോദ്യം പലപ്പോഴും ജനങ്ങൾക്കിടയിൽ ഉണ്ടല്ലോ. അത്തരം ഇതെന്തെങ്കിലും ശ്രദ്ധയിൽപ്പെട്ടു? എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്. അങ്ങനെ ഒരു നരേറ്റീവ്, അതായത് ഒരു നരേറ്റീവ് ഇങ്ങനെ ഉണ്ടാകുക എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്. പക്ഷേ അതിൽ വസ്തുത ഇല്ല എന്നുള്ള അഭിപ്രായക്കാരനാണ് ഞാൻ. പിണറായി വിജയനുമായിട്ട് നല്ല ബന്ധമുള്ള ഒരു ആളാണ് ഞാൻ. CPI എന്നുള്ള നിലയിലല്ല തന്നെ. അങ്ങനെ കുടുംബമായിട്ടും അങ്ങരുമായിട്ടും ബന്ധമുണ്ട്. ഞാൻ എൻ്റെ ആത്മകഥയിൽ അതെല്ലാം എഴുതിയിട്ടുണ്ട്. അദ്ദേഹം ക്യാപ്റ്റന്, ഞാൻ വൈസ് ക്യാപ്റ്റനായിട്ടൊരു ജാഥ, രാഷ്ട്രീയ പ്രധാന ജാഥയ്ക്ക് പോകും. അപ്പോൾ എത്രയോ രാത്രിയും പകലും എല്ലാം അദ്ദേഹത്തിൻ്റെ കൂടെ കഴിഞ്ഞിട്ടുണ്ട് ഞാൻ. എൻ്റെ അനുഭവത്തിൽ കേരളത്തിൽ നിന്നുള്ള എല്ലാ രാഷ്ട്രീയ പാർട്ടികളിൽ നിന്ന് ഏറ്റവും മെച്ചപ്പെട്ട ഒരു വ്യക്തിയാണ് പിണറായി വിജയൻ. അതിനെന്താ കാരണം? നട്ടെല്ലുണ്ട്. എടുക്കണ തീരുമാനം നടപ്പിലാക്കും. ഏത് പ്രതികൂല സാഹചര്യത്തിനും ശരി അദ്ദേഹത്തിന് തോന്നുന്ന ഒരു ന്യായമായുള്ള കാര്യമാണ്. ആര് പറഞ്ഞാലും ശരി അദ്ദേഹം നടപ്പിലാക്കിയിരിക്കും. ഏറ്റവും നല്ല ഭരണാധികാരിയാണ്. ഇവിടെ ചെറിയ പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട്. അങ്ങനെയാണ് ഇങ്ങനെയാണ്, അവിടെ ഉണ്ട്, ഇവിടെ ഉണ്ട്, സ്വർണ്ണം കൊണ്ടുപോയി, സ്വർണ്ണം കടത്ത്, അതിലേ കൊണ്ടുപോയി, ഇതിലേ കൊണ്ടുപോയി, അതിനെല്ലാം പറഞ്ഞ ആളുകളെ ഒന്നും ഇപ്പോൾ കാണാനില്ല. പിണറായി വിജയനെതിരായിട്ട് ഇപ്പോൾ ലാവ്ലിൻ കേസ്, അതൊരു കടങ്കഥയായില്ലേ ഇപ്പോൾ പറഞ്ഞ്. അപ്പം അതുകൊണ്ട് പിണറായി വിജയനെ ഇങ്ങനെ എല്ലാവരും കൂടി വേട്ടയാടി കഴിഞ്ഞാൽ അതിന് പകരം വയ്ക്കാൻ ആരാ ഉള്ളത്? ആ പാർട്ടിയിൽ ആരെങ്കിലും ഉണ്ടോ? ഞാൻ അങ്ങനെ ചിന്തിക്കാൻ പാടില്ലാത്തൊരിതിലാണ്. കാരണം പാർട്ടിയിൽ ആർക്ക് വേണമെങ്കിലും നേതാവാകാമെന്ന് പറഞ്ഞത്. പക്ഷെ അത് ശരിയാ. അതുകൊണ്ട് പിണറായി വിജയൻ ചില കുഴപ്പങ്ങളുണ്ട്. ആ കുഴപ്പമെന്ന് വെച്ചാൽ അദ്ദേഹം തോന്നുന്നത് ചെയ്യാതിരിക്കണമെങ്കിൽ എന്ത് വേണമെന്നറിയാം. എൻ്റെ അനുഭവത്തിൽ മുഖത്ത് നോക്കി പറഞ്ഞ സഖാവ് പിണറായി, നിങ്ങളെ ഈ പരിപാടി നടക്കില്ല, ഇവിടെ അത് കെട്ടിപ്പൊട്ടി കൊണ്ടുപോയാൽ മതി, ഇവിടെ നടക്കില്ല. എന്താ കാരണം എന്ന് ചോദിക്കും. എൻ്റെ കാരണം ശരി, ദിവാരം അത് ശരിയാ, ഞാനത് അംഗീകരിച്ചിരുന്നു. അങ്ങനെ 100 അനുഭവങ്ങൾ എനിക്കുണ്ട്. ഞാൻ LDF-ൽ ദീർഘനാൾ പങ്കെടുത്ത ഒരാളാണ്. 100 അനുഭവങ്ങൾ. വെളിയം പാർക്കുകളും ഞാനും ഒക്കെ പങ്കെടുത്ത സന്ദർഭങ്ങളിൽ ചില അഭിപ്രായ വ്യത്യാസങ്ങൾ വരുമ്പോൾ ഞാൻ അവസാനം വരും. വെളിയം എന്നോട് പറഞ്ഞിട്ടുണ്ട്, എടാ എനിക്ക് അവന്മാർ തരുന്ന വഴക്കൂടാൻ നോക്കില്ല, നീ പറയാനുള്ളത് പറഞ്ഞോണ്ടാ, വിജയനെ പത്ത് പറഞ്ഞതേ, കുഴപ്പമൊന്നുമില്ല, അവൻ നല്ല കമ്മ്യൂണിസ്റ്റാണ്. അങ്ങനെ ഞാൻ ഏറ്റുമുട്ടിയിട്ടുണ്ട്. ഏറ്റുമുട്ടിയിൽ കഴിഞ്ഞാലും അദ്ദേഹം ഭയങ്കര സ്നേഹത്തോട്
കാര്യങ്ങളെല്ലാം. പലപ്പോഴും എന്ത് കാര്യം സംസ്ഥാനത്തുണ്ടായാലും മുഖ്യമന്ത്രി ശൈലി മാറ്റണം എന്ന് പറഞ്ഞ് പ്രതിപക്ഷം ഉൾപ്പെടെയുള്ള പാർട്ടിക്കകത്ത് ഉൾപ്പെടെയുള്ളവർ പറയുന്നു. അതിന്റെ ആവശ്യകത ഉണ്ടെന്ന് തോന്നി? ഒരിക്കലും ഇല്ല. സ്റ്റൈല് മാറ്റിയാൽ പിണറായി അല്ലാതാവും. പിണറായി വിജയൻ്റെ ഒരു സ്റ്റൈൽ എന്തിനാണല്ലോ ഇങ്ങനെ പറയുന്നത്? ഇപ്പോൾ VS ആവാൻ നോക്കോ പിണറായിക്ക് ആവാൻ പറ്റില്ല. പിണറായിക്ക് VS ആവാനൊക്കില്ല, VSന് പിണറായി ആവാനൊക്കില്ല. എന്നെ പറ്റിയ ആളിൽ പറയും ഭയങ്കര അഹങ്കാരിയാണ്, തലക്കരമാണ്, അങ്ങനെയാണ്, കൊക്കാണെന്നെല്ലാം പറയും. അതെൻ്റെ ഒരു സ്റ്റൈലാണ്. അത് ഞാനെങ്ങനെ മാറ്റുന്നത്? ജന്മസിദ്ധമായിട്ടുണ്ടാകുന്ന അതൊക്കെ മാറ്റാൻ അദ്ദേഹം ഒരുപാട് തിക്തമായ അനുഭവങ്ങളിലുള്ള ഒരാളാണ് പിണറായി വിജയൻ. ഇന്ന് ജീവിച്ചിരിക്കുന്ന കമ്മ്യൂണിസ്റ്റുകാരിൽ ഇതുപോലെ പീഡനം അനുഭവിച്ച ഒരാളില്ല. അത് പ്രത്യേകിച്ച് അടിയന്തരാവസ്ഥയിൽ അങ്ങനെ മരണപ്പെട്ടു എന്ന പോലെ വാർത്തകളുണ്ടായിരുന്നു. ആ മർദ്ദനമല്ല ഏറ്റവും ഒരാളുള്ളത്. കുറച്ച് വാശി മൈരാക്കിയല്ല വന്നാൽ നമ്മളെ സഹിച്ചിട്ടുണ്ട്. അതിൽ നമ്മുടെ ഒരു പൊതുവായിട്ടുള്ള ഒരാളല്ല അദ്ദേഹം. അപ്പോൾ അതുകൊണ്ട് എനിക്ക് പിണറായി ഇങ്ങനെ വലിയ ക്രൂരനാണ്, അങ്ങനെയാണ്, ഇങ്ങനെയാണ്, പാർട്ടിയേക്കാൾ വലുതാണ് അദ്ദേഹം അതൊന്നും പറയുന്നില്ല. അപ്പോൾ ഈ ആളുകളിങ്ങനെ ഓരോരുത്തരും പലതും പറയുന്നത് ചിലപ്പോൾ ഒരാളിൽ ചെമ്പരത്തി പൂവേ, റോസാ പൂവേ എന്നെല്ലാം വിളിക്കും. അവർ തന്നെ വേറെയും വിളിക്കും. അതിലൊന്നും വലിയ കാര്യമൊന്നുമുള്ളതല്ല. പിണറായി വേണം. കേരള രാഷ്ട്രീയത്തിൽ പിണറായി ഇപ്പോൾ ഒരാൾ ഇപ്പോൾ പലരും നോക്കില്ല. ഇപ്പോൾ ഞങ്ങളുടെ പാർട്ടിയിലൊക്കെ വെളിയം പാർക്കുവനെ പോലുള്ള ആളില്ലാത്തതിൻ്റെ ദുഃഖം ഞങ്ങളിപ്പോൾ അനുഭവിക്കുന്നത്. പിണറായി പോലുള്ള ആളുകൾ വേണം. പിണറായി ഒരു കാര്യം തീരുമാനം എടുത്താൽ എടുക്കാനുള്ള കഴിവുകൊണ്ട് എടുക്കുകയും ചെയ്യും.